അസ്സലാമലൈക്കും. നെയ്ച്ചോറ്, ദോശ, പൊറോട്ട ഇതിക്കൊക്കെ പറഞ്ഞ് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കണേ. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നല്ലോണം ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഇട്ടൊക്കെ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറി കിട്ടിയാൽ തക്കാളി ഇട്ടെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിൽ 3 തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 3 4 ഒക്കെ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 3-4 പച്ചമുളകും കൂടി ഇട്ടെടുത്തിക്കണം കേട്ടോ. തക്കാളി നല്ലോണം വെന്ത് വരണം കേട്ടോ, നല്ലോണം ഉടഞ്ഞ് കിട്ടണം. തക്കാളി നല്ലോണം വെന്ത് വന്നാൽ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും 1.5 ടീസ്പൂണ് കുരുമുളകും പൊടിയും കൂടി ഇട്ടെടുക്കട്ടോ. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല, ഈ 2 പൊടികൾ മാത്രമേ ഇതിലേക്ക് ചേർക്കണുള്ളൂ കേട്ടോ. എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കറിക്ക്. ഒരിക്കലും നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം പറന്ന് കൊടുത്തുകൊണ്ട് വേവിച്ചാൽ വെക്കുക കേട്ടോ. 2 വിസിലടുപ്പിച്ചാൽ മതി, എന്നാൽ തന്നെ വെന്ത് കിട്ടും. ഇനി ഒരു 10-20 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് പൊതിർത്തെടുത്തതാണ്. ഇതൊന്ന് അരച്ചെടുത്തിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ചിക്കനൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ, നല്ലോണം വെന്തിക്കണ്. 2 വിസിലിന് തന്നെ ഇതിൽ വെള്ളം ഇതിൽ നിന്ന് തന്നെ പൊടിഞ്ഞ് ഉണ്ടായി വന്നിക്കണം. ഇനി ഫ്രഷ് ക്രീം ഒരു 1/4 കപ്പോളം, 1/4 കപ്പ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ എടുക്കുക. അത് ഇതിലേക്ക് പറഞ്ഞു കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അണ്ടിപ്പരിപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ നേരം ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കട്ടോ. എരിവ് കുറവുണ്ടെങ്കിൽ, എരിവ് അധികം വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി ഇട്ടെടുക്കുക. പിന്നെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ പറന്ന് കൊടുക്കുക. തേങ്ങാപ്പാൽ ഏറരുത് കേട്ടോ, അത്ര 1/4 കപ്പിൻ്റെ മതി. ഇനി തേങ്ങാപ്പാൽ പറന്നതിന് ശേഷം ഇത് തിളക്കാൻ പാടില്ല കേട്ടോ. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. കുറുകിയ രൂപത്തിലാണ് കേട്ടോ കറി വേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റില്ല കറി ഇവിടെ റെഡി ആയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കലെങ്കിലും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ.